ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടിക്ക് ആൻഡ് ഫ്ലീ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ടിക്ക് ആൻഡ് ഫ്ലീ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ചെള്ള്. ഇത് സാധാരണഗതിയിൽ സമ്മർ സീസണിലും മൺസൂണിലുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നായ്ക്കളുടെ ദേഹത്ത് ഉണ്ടാവുക. ഇതുകൊണ്ട് ഒരുപാട് സ്കിൻ ഇൻഫെക്ഷൻസ് വരാം, ചൊറിച്ചിൽ വരാം. ടിക്കിനകത്ത് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡോഗിനെ കടിച്ചു കഴിഞ്ഞാൽ അതിന് ടിക്ക് ഫീവർ വരാനും ചാൻസ് ഉണ്ട്. ടിക്ക് ഫീവർ ട്രീറ്റ് ചെയ്യാതെ പോയാൽ അത് ആക്ച്വലി ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന ഒരു അസുഖമാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടൊരു മാനേജ്മെൻറ്റ് ഓർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കൽ മെഡിസിൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് സ്പോട്ട് ഓൺ എന്ന് പറയും. നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ക്ലിനിക്കിലോ ഇല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സിലോ ഒക്കെ അവൈലബിൾ ആയിരിക്കും. പ്രൈസ് റേഞ്ച് ഒരു 150 to 600, 700 റുപ്പീസ് വരെയൊക്കെ പോവും. പ്രൈമറി നമ്മൾ സാധാരണ കാണാറുള്ളത് ഫിപ്രോണിൽ എന്ന് പറയുന്നൊരു സൊല്യൂഷൻ ആവാം, ഇല്ലെങ്കിൽ സെലമെക്റ്റിൻ എന്ന് പറയുന്ന സൊല്യൂഷനൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ഡോഗിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെറ്റിനറിനെ കോൺടാക്ട് ചെയ്തിട്ട് ഏതായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് നോക്കുക. വൺസ് എ മന്ത് ഈ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഡോഗിൻ്റെ സ്കിന്നിൽ തേക്കണം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ച് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതൊരു പെസ്റ്റിസൈഡ് എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും അവർക്ക് നക്കാൻ പറ്റിയാലാത്ത ഏരിയയിലായിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാനിപ്പോൾ കാണിക്കാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഡോഗിൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ചുള്ള ഡോസേജ് വാങ്ങിക്കണം. ഇപ്പോൾ അണ്ടർ 10 kg ഒരു പെർട്ടിക്കുലർ ഡോസേജ് ആയിരിക്കും, 10 to 20 വേറെ ആയിരിക്കും. അപ്പോൾ ആ വെയിറ്റ് നോക്കിയിട്ട് വേണം ഏതാണ് നിങ്ങളുടെ ഡോഗിന് അപ്രോപ്രിയേറ്റ് എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ബോക്സിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോഗിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക. കുട്ടികളോ വേറെ പെറ്റ്സോ ഒക്കെ ഉള്ള വീടാണെങ്കിൽ അവർ ഈ ഡോഗുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാൻ നോക്കുക, ഇത് പ്രോപ്പറായിട്ട് ഉണങ്ങുന്നത് വരെ. അപ്പോൾ ഏകദേശം ഒരു 24 hours 48 hours എടുക്കും ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് വരാൻ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 8 to 24 hours ഡോഗ്സിനെ സെപ്പറേറ്റ് ചെയ്തിരുത്തുക. കാരണം അവർ കടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ഇൻജസ്റ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൈ നന്നായിട്ട് കഴുകുക. ഈ മെഡിസിൻ സൂപ്പർ ഇഫക്റ്റീവ് ആണ്. നിങ്ങളുടെ ഡോഗിൻ്റെ ദേഹത്ത് ടിക്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു 48 hours ദേഹത്ത് മുഴുവൻ സ്പ്രെഡായി കഴിഞ്ഞിട്ട് ടിക്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ചത്ത് പൊഴിഞ്ഞു പോയിക്കൊള്ളും. ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്ന മെഡിസിൻ. ഇതിനകത്തൊരു പ്ലാസ്റ്റിക് വയലിലാണ് മെഡിസിൻ ഉണ്ടാവുക. ഈ 2 ചെവിയുടെ ഇടയ്ക്കുള്ള ഈ ഏരിയയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവരുടെ പൂട നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സ്കിൻ കാണുന്നത് വരെ സെപ്പറേറ്റ് ചെയ്യുക. സ്കിന്നിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു ലെങ്ത്തിൽ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടിപ്പ് കൊണ്ട് പ്രസ് ചെയ്തുള്ള ആ മെഡിസിൻ മുഴുവൻ സ്കിന്നിലേക്ക് അങ്ങ് ഉരച്ച് തേക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഇനി ഇവനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻറ്റ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ബൈ.